സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിനുള്ള കേരള ടീം പരിശീലനത്തിനായി വയനാടെത്തി. ഷഫീഖ് ഹസന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. വയനാട്ടിലെ കാലാവസ്ഥ അസമിലെ കാലാവസ്ഥയുമായി യോജിച്ചു പോകുന്നതുകൊണ്ടാണ് ഇത്തവണ പരിശീലനത്തിനായി ടീം വയനാട്ടിലേക്ക് എത്തിയത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിലുള്ള പരിശീലനത്തിലാണ് കേരള ടീം. ഇത്തവണ ചുരം കയറി വയനാട്ടിൽ വന്നാണ് പരിശീലനം. സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള മരവയിൽ ജില്ലാ സ്റ്റേഡിയത്തിലാണ് പരിശീലനം നടക്കുന്നത്. അസമിലെ തണുപ്പിന് സമാനമായ കാലാവസ്ഥയാണ് വയനാട്ടിൽ എന്നതിനാലാണ് ടീം ജില്ലയിലെത്തിയത്. 28 വർഷത്തിന് ശേഷം ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഫുട്ബോളിൽ സ്വർണം സമ്മാനിച്ച മേപ്പാടി സ്വദേശി മഠത്തിൽ ഷഫീഖ് ഹസനാണ് മുഖ്യ പരിശീലകൻ. ടീം നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ഒബ്ജക്റ്റീവ് അറിയാം, എന്തിനാണ് നമ്മൾ കളിക്കുന്നത്. കേരളത്തിലെ ജനത അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികൾ എത്രത്തോളം സന്തോഷ് ട്രോഫിയെ സീരിയസ് ആയി കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാൽ മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫൈനലിസ്റ്റുകളായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിൽ എന്ന് പറയുന്നത് ചാമ്പ്യൻഷിപ്പ് തന്നെയാണ്. അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ടീം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടാർഗറ്റായിട്ട് വെക്കുന്നില്ല. KT ചാക്കോ അടക്കമുള്ള മുൻ ഇന്ത്യൻ താരങ്ങളും പരിശീലകരായുണ്ട്. ഇവിടുന്ന് തന്നെ കോച്ചിങ് ചെയ്ത് സന്തോഷ് ട്രോഫി ടീമും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു തീർച്ചയായിട്ടും ഞങ്ങൾ വിൻ ചെയ്യും. നല്ല ടീമുണ്ട്. മുൻ സന്തോഷ് ട്രോഫി താരം എബിൻ റോസാണ് സഹപരിശീലകൻ. ഫൈനൽ റൗണ്ടിനുള്ള 20 അംഗ കേരള ടീമിനെ 15-ന് കൊച്ചിയിലാണ് പ്രഖ്യാപിക്കുക. 21 മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിന്റെ ആദ്യ കളി മുൻ ചാമ്പ്യന്മാരായ പഞ്ചാബുമായി 22-നാണ്. 24-ന് റെയിൽവേസ്, 26-ന് ഒഡീഷ, 29-ന് മേഘാലയ, 31-ന് സർവീസസ് എന്നീ ടീമുകളുമായാണ് ഗ്രൂപ്പ് റൗണ്ടിലെ മത്സരങ്ങൾ. കേരളത്തിലെ കായിക പ്രേമികളെ ആകെ ആവേശം കൊള്ളിക്കുന്നതാണ് സന്തോഷ് ട്രോഫി. ഇത്തവണ സ്വർണ്ണക്കപ്പ് നേടാനുള്ള കനത്ത പരിശീലനത്തിലാണ് കായിക താരങ്ങൾ. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മരവയലിൽ നിന്നും PV ജോഷില.